കോടതിയിലാക്കാൻ, കോൺഗ്രസ് ജയിലിലാക്കാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? കാരണം ഇതൊരു പ്രതികാര രാഷ്ട്രീയമാണ്, അത് പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അതിൽ വ്യക്തത ഇല്ല എന്ന് മാത്രമല്ല, അതിന് ഇന്ന് രവിശങ്കർ പ്രസാദ് എന്ന മുൻ നിയമമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ MP അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കരുത്. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പേ നിലവിലുള്ള കേസാണ്. അദ്ദേഹം ഈ സ്ഥാനത്തൊക്കെ വരുന്നതിന് മുമ്പേ നിലവിലുള്ള കേസാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെതാണെന്ന് പറയാൻ കഴിയുക എന്ന് അദ്ദേഹം ഇന്ന് ചോദിച്ചിട്ടുണ്ട്. അതേസമയം മനു അഭിഷേക് സിംഗ്വി പറയുന്നത്, ഞാനിത് ഇതിൻ്റെ ട്രിബ്യൂണൽ കോർട്ടിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വാദിച്ചപ്പം ഞാനിത് പൊളിച്ചടുക്കിയതാണ്, യാതൊരു വിധത്തിലും കുറ്റക്കാരല്ല സോണിയയും രാഹുലും എന്നൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കഥ മുഴുവൻ അവതരിപ്പിച്ച് അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ്. അത് ഈ കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒരു തെറ്റിദ്ധാരണയാണോ ഈ നെഹ്റു കുടുംബം അഴിമതി കാണിക്കില്ല എന്നത്? അല്ല, അവരത് അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ. അത് ആ കുടുംബത്തിന് സംബന്ധിച്ചുള്ള അവർ നമ്മളിവിടെ ദൈവതുല്യർ എന്ന് പറഞ്ഞ പോലെയാണ് അവർ കണക്കാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.